ഒരു തരത്തിലുള്ള ഞാനത് വളരെ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ കേട്ടോ. എന്താണ്, ഒരു തരത്തിലും ഒരു പോസ്റ്റിങ്ങും നീക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിങ്ങും നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഇത് ത്രൂ ഔട്ട് കൺട്രി, ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും. ഇവിടുത്തെ മാത്രം എടുത്തിട്ട് ഞാൻ മെറ്റയോട് പറഞ്ഞു, മെറ്റ അത് എനിക്കിട്ടായിരുന്നു. മെറ്റയോട് ഞാൻ പറഞ്ഞിട്ട് മെറ്റ നീക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ് കേരളത്തിൽ നടത്തിയത്. എന്നാൽ നിങ്ങളത് വായിച്ചു നോക്കാം ആദ്യം. ഇപ്പം പറയുന്ന വിശദീകരണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, എന്താണ് ആ വിശദീകരണം. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് എന്താ കാര്യം? ലീഗൽ റിക്വയർമെൻ്റ് എന്ന് അവർ പറഞ്ഞാണ്. അത് അവരുടെ ആൽഗരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെൻ്റാണ്. ഞങ്ങൾ ലീഗൽ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോ ഓൺലൈൻ ചാനലും ഓരോ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ലീഗൽ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ സർക്കാർ ആവശ്യപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മെറ്റ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അത് ഇട്ടിട്ട് ഓടി. ഏതായാലും നിങ്ങൾ തന്നെ ഇട്ടിട്ട് ഓടി. എന്തൊക്കെ കഥകളാണ്, ഓരോ കഥകളാണ് വരുന്നത്. മതി. ആര് പറഞ്ഞു? അതെനിക്കറിയില്ല. നേരിട്ട് തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്, അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അവരതിൻ്റെ അകത്ത് സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് കത്ത് തന്നു. ഞങ്ങളത് വേറെ മനഃപൂർവ്വമായി ചെയ്തതല്ല, ഗുജറാത്തിലും എന്നൂരിലും ഒക്കെ ചെയ്തതുപോലെയാണ് ഞങ്ങൾ സെബിക്ക് ഇത് അയച്ചത്. നമ്മളാകെ പരാതി പറഞ്ഞത് സെബിക്ക് അയക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പോർട്ടിൻ്റെ ഓണറായ ഞങ്ങളെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് അറിയിച്ചില്ലാത്തതിനാണ് നമ്മൾ അസംതൃപ്തി പറഞ്ഞത്. അവർ തന്ന കത്തുണ്ട്, അവരത് വിശദീകരിച്ചുകൊണ്ട് അവരതിനകത്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ തന്ന കത്തുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കാം എന്നാണ് എൻ്റെ വാക്ക്. അഗ്രീവ്ഡ് പാർട്ടി, സർക്കാരല്ലല്ലോ അഗ്രീവ്ഡ് പാർട്ടി നീക്കം ചെയ്ത ഓൺലൈനുകളാണ്. നിങ്ങൾ ഇട്ട പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്ത്. നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ അഗ്രീവ്ഡ് പാർട്ടി. നിങ്ങൾ കൊടുത്താൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാം. ഇല്ല നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ, അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ അന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളല്ല അഗ്രീവ്ഡ് പാർട്ടി. ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അല്ല, നമ്മുടെ മുമ്പിലൊന്നും വന്നിട്ടില്ല. എന്തായാലും പല ആവശ്യങ്ങളും വന്നിട്ടുണ്ട് പല സ്ഥലത്തും.